ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സൂര്യ നമസ്കാരം പഠിക്കാം. സൂര്യ നമസ്കാരം ബോഡിയെ മുഴുവൻ ഫ്ലെക്സിബിൾ ആക്കുന്ന ഒരു ആസനമാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യങ്ങളും എങ്ങോട്ടും കാലും കൈയും വളച്ചോ ചാടിയോ ഒക്കെ നടക്കാനുള്ള കഴിവ് കിട്ടുന്നു. മനുഷ്യനൊരു ബയോളജിക്കൽ ക്ലോക്ക് അനുസരിച്ചാണ് മനുഷ്യൻ്റെ പ്രവർത്തനം, ബോഡിയുടെ പ്രവർത്തനം. അതിനനുസരിച്ച് ഓരോ അവയവങ്ങളും ഓരോ ആസനാസനങ്ങളും, ഈ സൂര്യ നമസ്കാരത്തിൽ 12 ആസനാസനങ്ങളുണ്ട്. ഓരോ ആസനാസനങ്ങളും ഈ ബോഡിയുടെ ഓരോ അവയവവും ഫ്ലെക്സിബിൾ ആക്കത്തക്കതും ബയോളജിക്കൽ ക്ലോക്ക് അനുസരിച്ചുമാണ് പോകുന്നത്. സൂര്യ നമസ്കാരം ചെയ്യുമ്പം എപ്പോഴും സൂര്യന് അഭിമുഖമായിട്ട് നിൽക്കണം. സൂര്യനിൽ നിന്ന് വരുന്ന ഫ്രീക്വൻസി, നമ്മൾ ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്ന് വരുന്ന കിരണങ്ങൾ നമ്മൾ ചെയ്യുമ്പം നമ്മളെ ചെയ്യുന്ന ആസനാസനങ്ങളെ കോംപ്ലിമെൻ്റ് ചെയ്യും. നമ്മളുടെ ആ ശക്തി നമ്മൾ ചെയ്യേണ്ട നമുക്ക് എനർജി തരും. അതിനാണ് സൂര്യനോട് അഭിമുഖമായി നിൽക്കണമെന്ന് പറഞ്ഞ്. രാവിലെയാണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞും, വൈകുന്നേരം സൂര്യ നമസ്കാരം ചെയ്യുന്നെങ്കിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞും വെസ്റ്റിലേക്ക് തിരിഞ്ഞ് യോഗാസനം ചെയ്യണം. ഇപ്പോൾ ഈ 12 ആസനങ്ങളിലുള്ളത് 6 ആസനങ്ങളുടെ ഗുണങ്ങൾ ഞാൻ പറയാം. ആ 6 ആസനങ്ങൾ തന്നെ റിവേഴ്സ് ചെയ്യുകയാണ്. അത് തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് 12 ആസനം ചെയ്യും. അങ്ങനെയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് പ്രണാമാസനം. ഇങ്ങനെ കൈകൾ വെച്ച് ഈ നെഞ്ചത്തോട്ട് കൈകളുടെ ഇവിടം ഇങ്ങനെ വെക്കണം. എന്നിട്ട് നെഞ്ചിനൊരു കുഴിയുണ്ട്, അവിടെയോട്ട് വെച്ച് കണ്ണടച്ച് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞാണ് പാദഹസ്താസനം ചെയ്യുന്നത്. അതിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റുകയില്ല, പറയാം, പേര് പറഞ്ഞ് പറയാം. അത് കഴിഞ്ഞാണ് ഹസ്ത ഉത്താനാസനം ചെയ്യുന്നത്. പ്രണാമാസനം കഴിഞ്ഞ് ഹസ്ത ഉത്താനാസനം. ഹസ്ത ഉത്താനാസനം ചെയ്യുമ്പോൾ 2 കൈകൾക്കും മസിലുകൾക്കും നല്ല ബലം കിട്ടുന്നു. കൈക്കുഴകൾക്കും നല്ല ഇവിടെ ഈ സന്ധികളെല്ലാം, കൈയുടെ സന്ധികൾ എല്ലാം, ജോയിൻസ് എല്ലാം നല്ല ഫ്ലെക്സിബിൾ ആകുന്നു. ഹസ്ത ഉത്താനാസനം കഴിഞ്ഞ് നമ്മൾ ശ്വാസം വിട്ടുകൊണ്ട്, ഇത് മുഴുവൻ ശ്വാസത്തിൻ്റെ ക്രമമനുസരിച്ചാണ് എല്ലാ ആസനാസനങ്ങളും ചെയ്യുന്നത്. പുറകോട്ടും ഉയർന്നും പോകുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ടും, കുനിഞ്ഞ് ചെയ്യുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ടുമാണ്. ഈ ഹസ്ത ഉത്താനാസനം ചെയ്യുമ്പോഴത്തേന് നമ്മുടെ ഈ തൈറോയ്ഡ് ഗ്രന്ഥികൾ, പാരാതൈറോയ്ഡ് ഗ്രന്ഥികളൊക്കെ നല്ല ആക്റ്റീവ് ആകും. അത് കഴിഞ്ഞ് ഹസ്താനത്തിലോട്ട് പാദങ്ങളിലേക്ക് കൈകൾ വെക്കുമ്പോഴത്തേനും ഉദരത്തിലെ അവയവങ്ങളെല്ലാം ആക്റ്റീവ് ആകും. കൈകളുടെ സന്ധികളൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കൂടും, തലയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും. അത് കഴിഞ്ഞ് ചെയ്യുന്നത് പാദഹസ്താസനം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കാല് പുറകോട്ടാക്കി ഒരു കാല് പുറകോട്ടാക്കാത്ത മറ്റേ കാലിൻ്റെ മുട്ട് മടക്കി മേളിലോട്ട് നോക്കി ശ്വാസം വലിച്ച് നിൽക്കുക. എന്നാണ് അശ്വസഞ്ചലനാസം എന്ന് പറയുന്നത്. അശ്വസഞ്ചലനാസം എന്ന് പറഞ്ഞാൽ കുതിര ചാടുന്ന പോസാണ്. അതിലും നമുക്ക് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥികളെ ആക്റ്റീവാക്കും. കണ്ണുകൾക്ക് നല്ല കാഴ്ചശക്തി ലഭിക്കും. നമ്മൾ കഴുത്തിന് ബലം കിട്ടും, കഴുത്തിൻ്റെ മസിലുകൾക്ക് നല്ല ശക്തി ലഭിക്കും. അതിന് നമ്മളിങ്ങനെ മേൽപോട്ട് ഉയർന്ന് നോക്കണം. അങ്ങനെ ശ്വാസം എടുത്തുകൊണ്ടാണ് പാദഹസ്താനത്തിൽ നിന്ന് വന്ന് അശ്വസഞ്ചലനാവസ്ഥയിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പുറകോട്ട് വെച്ച കാലിൻ്റെ ഒപ്പം പുറകോട്ട് വെക്കാതെ മുന്നേ മുട്ടുമടക്കിയിരിക്കുന്ന കാലും കൂടെ പൊക്കി നമ്മൾ കാലിൻ്റെ പെരുവിരലിൽ പൊങ്ങി ആ കാലും കൂടെ പുറകിലുള്ള കാലിന് ഒപ്പം വെക്കും. ഒപ്പം വെച്ചിട്ട് പിന്നെ നമ്മൾ അതിന് ഒപ്പം വെച്ച് കുനിഞ്ഞ് നമ്മൾ നമ്മുടെ പുക്കിളിലേക്ക് നോക്കുക. അതൊരു കറക്റ്റ് പൊസിഷൻ പറയാൻ വേണ്ടിയാണ്. പുക്കിളിലേക്ക് നോക്കുക. അതിന് പറയുന്ന പർവ്വതാസനം. അങ്ങനെ പർവ്വതാസനം ചെയ്ത് കഴിഞ്ഞ് പതുക്കെ നമ്മൾ അഷ്ടാംഗ നമസ്കാരം ചെയ്യും. അഷ്ടാംഗങ്ങൾ മാത്രമേ മുട്ടാവുള്ളൂ. നെറ്റി, കൈകൾ, മുട്ടുകൾ, നെഞ്ച് മുട്ടും, പക്ഷെ വയറ് മുട്ടുകയില്ല, കാൽമുട്ടുകൾ മുട്ടുകയില്ല. അങ്ങനെയാണ് അഷ്ടാംഗങ്ങൾ മാത്രമേ മുട്ടാവുള്ളൂ. അങ്ങനെ അഷ്ടാംഗത്തിൽ കിടക്കുന്നതിനാണ് അഷ്ടാംഗ നമസ്കാരം. അഷ്ടാംഗ നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ഉദരം, എല്ലാ ഭാഗങ്ങളും ബോഡിയുടെ ഭാഗങ്ങൾ മാറ്റി പതിപ്പിച്ച് കിടന്ന് പിന്നെ കോബ്ര പോസ് ചെയ്യുക.
കോബ്ര പോസ് ചെയ്യുമ്പോൾ പിന്നെയും നമ്മുടെ പാരാതൈറോയിഡും തൈറോയിഡും വളരെ ആക്റ്റീവാക്കുന്നു, ലങ്സ് കപ്പാസിറ്റി കൂടുന്നു, നെഞ്ച് വിരിവുണ്ടാകുന്നു, ചെസ്റ്റിൻ്റെ മസിലുകൾ നല്ല ആക്റ്റീവ് ആകുന്നു. ശ്വാസം എടുത്തുകൊണ്ട് മേൽപോട്ട് നോക്കി നിൽക്കുന്നു. കൈകളും കാലുകളുടെയും സന്ധികളും നല്ല ഫ്ലെക്സിബിൾ ആകുന്നു. കാലുകളിലേക്കും കൈകളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനും കൂടുന്നു. അത്രയും ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. ആദ്യം ചെയ്ത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. പുറകോട്ട് വെച്ച കാല് ശ്വാസം എടുത്തുകൊണ്ട് കോബ്ര പോസ് കഴിഞ്ഞിട്ട് ശ്വാസം എടുത്തുകൊണ്ട് പുറകോട്ട് വെച്ച കാല് തന്നെ മുമ്പിൽ 2 കൈകളുടെയും നടുക്കായിട്ട് വെക്കുന്നു. അടുക്കായിട്ട് വെച്ചുകൊണ്ട് അശ്വസഞ്ചനാസനം ചെയ്യുക. അശ്വസഞ്ചനാസനം ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ കാലും ഈ മുന്നോട്ട് വെച്ച കാലിനൊപ്പം വെച്ച് പാദഹസ്താസനം ചെയ്യുന്നു. പൂക്കളിലേക്ക് നോക്കുന്നു. പിന്നെ ശ്വാസം എടുത്തുകൊണ്ട് ഹസ്ത ഉത്താനാസനം ചെയ്യുക. കൈകൾ പുറകോട്ട് വെച്ച് ഹസ്ത ഉത്താനാസനം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് കുനിയാതെ നമ്മൾ കൈകൾ കൂപ്പി ആദ്യത്തെ പ്രണാമാസനം തന്നെ. പ്രണാമാസനം ചെയ്യുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനിൽ സ്തുതി കൊടുക്കുക. ആ ഈശ്വരനെയാണ് നമ്മൾ പ്രണമിക്കുന്നത്. ഓക്കെ, ചെയ്ത് കാണിക്കാം. സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ ആദ്യം പകുതി കോബ്ര പോസ് വരെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത്രയും ചെയ്യാം. ഇപ്പം ഞാൻ ഫുള്ളൊന്ന് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഓരോ ആസനാസനങ്ങളും കോബ്ര പോസ് വരെ ഒരു ദിവസം പഠിക്കാം. ഞാൻ പഠിപ്പിക്കുമ്പോൾ അങ്ങനെയാണ്. അതാണ് ഞാൻ എൻ്റെ പ്രാക്ടീസിൽ കുട്ടികൾക്കോ അമ്മമാർക്കോ എല്ലാവർക്കും എൻ്റെ അടുത്ത് യോഗ പഠിക്കുന്നവർക്ക് എളുപ്പമായി കണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മുഴുവൻ കൂടി ആകെ കൺഫ്യൂഷനാകും. പിന്നെ ഒന്ന് ഓർക്കേണ്ടത്, നമ്മൾ കുനിയുമ്പോൾ എപ്പോഴും ശ്വാസം വിടണം. മേളിലോട്ട് നോക്കുമ്പോൾ തല മേളിലോട്ട് ഉയർത്തി വെക്കുമ്പോൾ എപ്പോഴും ശ്വാസം എടുക്കുകയാണ്. ആ ശ്വാസത്തിൻ്റെ ഗതികൾ എപ്പോഴും വേണം. ശ്വാസത്തിൻ്റെ നമ്മൾ ചെയ്യുന്ന ആസനങ്ങൾക്കനുസരിച്ച് ശ്വാസവും ക്രമീകരിച്ചിരിക്കണം. ഇപ്പം ഫുള്ളൊന്ന് കാണിക്കാം. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പകുതി വരെയുള്ളത് കാണിക്കാം. കോബ്ര പോസ് വരെ ഫുള്ള്. പ്രണാമാസനം, ഹസ്ത ഉത്താനാസനം, പാദഹസ്താസനം, അശ്വസഞ്ചലനാസനം, പർവ്വതാസനം, അഷ്ടാംഗ നമസ്കാരം. വയറ് ഉദരം മുട്ടുകയല്ല, അത് ശ്രദ്ധിച്ചോണം. അത് കഴിഞ്ഞ് യോഗ മാറ്റി പതിഞ്ഞു. വീണ്ടും കോബ്ര പോസ്. അത് കഴിഞ്ഞ് പുറകോട്ട് നീട്ടിയതിൽ ഒരു കാലെടുത്ത് മുന്നോട്ട് വെക്കുന്നു. കൈകളുടെ നടുക്കായിട്ട് വെക്കുന്നു. മറ്റേ കാലുകൾ പഠിപ്പിക്കുന്നു. ഇനി ഹസ്ത ഉത്താനം, പാദഹസ്താസനം ചെയ്തിട്ട് ഹസ്ത ഉത്താനാസനത്തിലോട്ട് പോകുന്നു. ഇപ്പോൾ 12 ആസനങ്ങളായി. ഞാൻ മുമ്പേ പറഞ്ഞതിൽ അഷ്ടാംഗ നമസ്കാരം ചെയ്യുമ്പോൾ മുട്ടുകൾ മുട്ടും. അങ്ങനെയാണ് അഷ്ടാംഗമെന്ന്. മുട്ടുകൾ മുട്ടണ്ടെന്ന് ഞാൻ പറഞ്ഞോ എന്നൊരു സംശയം. കാൽപാദങ്ങൾ, മുട്ടുകൾ, നെഞ്ചും ഭാഗം, കൈകൾ രണ്ടും, നെറ്റി. ഇത്രയാണ് അഷ്ടാംഗ നമസ്കാരത്തിൽ മുട്ടിക്കേണ്ടത്. ഓക്കെ, ഇനി ഓരോന്നായിട്ട് കോബ്ര പോസ് വരെയുള്ളത് കാണിക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കാം. ഇതാണ് ആദ്യം പ്രണാമാസനം ചെയ്യുന്നു. ഈശ്വരനെ ധ്യാനിക്കുന്നു. ഏകാഗ്രത ലഭിക്കുന്നുണ്ട് ഈ പ്രണാമാസനം ചെയ്യുമ്പോൾ. ഇനി ഹസ്ത ഉത്താനാസനം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് പാരാതൈറോയിഡും തൈറോയിഡും ആക്റ്റീവ് ആകുന്നു. നെഞ്ചും ഭാഗമൊക്കെ വികസിക്കുന്നു. ഇനി പാദഹസ്താസനം. പാദഹസ്താസനം ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസം വിട്ടുകൊണ്ടാണ് ചെയ്യുന്നത്. ഇനി കാല് ഒരെണ്ണം പുറകോട്ട് സാവധാനം വെക്കുന്നു. ശ്വാസം എടുത്തുകൊണ്ട് മേളോട്ട് നോക്കുന്നു. ഇനി മുന്നോട്ടിരുന്ന കാലും കൂടെ പുറകോട്ട് വെച്ച് പർവ്വതാസനത്തിൽ നിൽക്കുന്നു. പർവ്വതാസനത്തിൻ്റെ ഗുണങ്ങൾ കാലുകളും കൈകളും ബലപ്പെടുത്തുന്നു. ഉദരത്തിലെ അവയവങ്ങളെല്ലാം ആക്റ്റീവ് ആക്കുന്നു. ബ്ലഡ് സർക്കുലേഷൻ തലയിലേക്കുള്ളത് കൂടുന്നു. ഇനി അഷ്ടാംഗം. മുട്ട് ഓർത്ത് വെച്ചാൽ മതി. മുട്ട്, നെഞ്ച്. അത് കഴിഞ്ഞ് പതിഞ്ഞ് കിടക്കുന്നു. ഇനി കോബ്ര പോസ്. കോബ്ര പോസും ആർത്തവ
ക്രമക്കേടുകളെ മാറ്റുന്നു, കഴുത്തിന് നല്ല ബലം കിട്ടുന്നു, ധൈര്യം കിട്ടുന്നു,